ഹായ്, ദിസ് ഇസ് ഇർഫാൻ ഫ്രം ലോങ് ബ്രിഡ്ജ്. ആരും പറയാത്ത ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കേരളത്തിന്റെ എക്കോണമിയെ കുറിച്ചാണ്. കേരളത്തിന്റെ എക്കോണമി ആക്ച്വലി സ്പീഡപ്പ് ആവുകയാണ്. പക്ഷേ നമ്മുടെ എക്കോണമിസ്റ്റുകൾക്ക് ഒരു ആശങ്കയുണ്ട്. എന്താണെന്നല്ലേ ഞാൻ പറയാം. 2016 മുതൽ 2021 വരെ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ GSDP അഥവാ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വെറും 2.5% വളർന്നത്. അതായത് വളരെ പതുക്കെ. പക്ഷേ 2021 മുതൽ 2026 വരെയുള്ള പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് എത്രയെന്നല്ലേ? 7.4%. അതായത് 3 മടങ്ങ് വേഗത്തിലാണ് കേരളം വളരുന്നതെന്ന് പറയുന്നത്. പേപ്പറിൽ 3ഉം 7.4 വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം അല്ലേ? ഇന്ത്യയുടെ GDP കേരളത്തിന്റെ ഷെയർ ശരിക്കും കുറഞ്ഞിട്ടാണുള്ളത്. 2016 3.6% ഷെയർ ഉള്ള സ്ഥാനത്ത് 2026 ആകുമ്പോഴേക്കും അത് വെറും 3.2% കുറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? മറ്റുള്ള സ്റ്റേറ്റുകളുടെ വളർച്ച, അതായത് മറ്റുള്ള സ്റ്റേറ്റുകൾ കേരളത്തിനെക്കാട്ടി സ്പീഡിൽ വളരുകയാണ്. കേരളം വളരുന്നുണ്ട് 7.4% എന്നൊക്കെ നേരത്തെ പറയുന്നത്. ബട്ട് നമ്മുടെ വളർച്ച മറ്റുള്ള സ്റ്റേറ്റുകളോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. നമ്മുടെ ഗ്രോത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നല്ലേ എന്നാൽ ഇതാ പിടിച്ചു. അതായത് നമ്മുടെ റവന്യൂയുടെ ഏകദേശം 72% കമ്മിറ്റഡ് എക്സ്പെൻസസിലാണ്. അതായത് സോഷ്യൽ വെൽഫെയർ, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, ശമ്പളം, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കമ്മിറ്റഡ് എക്സ്പെൻസിലാണ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള തുക വെച്ചിട്ടാണ് നമ്മളിവിടെ കഷ്ടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അതായത് സ്കൂള്, റോഡ്, ആശുപത്രിയൊക്കെ ഉണ്ടാക്കാൻ വളരെ ഫണ്ട് കുറവാണ്. അതിനുവേണ്ടിയാണ് ഇപ്പം കേരളം കടമെടുത്ത് തുടങ്ങിയത്. കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ വളരെ കുറച്ചുള്ള അനുമതിയെ നമുക്ക് തന്നിട്ടുള്ളൂ. അത് മറികടക്കാൻ വേണ്ടിയാണ് നമ്മൾ കിഫ്ബി എന്നുള്ള രീതിയിലുള്ള ഒരു മെക്കാനിസംസ് ഉപയോഗിച്ച് നമ്മൾ പുറത്തുനിന്ന് കടമെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ തന്നെ നമ്മുടെ FRBM സീലിംഗ് കടന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല പ്രശ്നം, നമ്മുടെ എക്കോണമിയുടെ ഏകദേശം 16 to 20% വരെ നമ്മൾ വെസ്റ്റ് ഏഷ്യ അഥവാ മിഡിൽ ഈസ്റ്റിന്റെ റെമിറ്റൻസ് വെച്ചാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ ഇറാൻ വാറും മിഡിൽ ഈസ്റ്റ് ക്രൈസിസും വഷളാവുകയാണെങ്കിൽ നമ്മുടെ എക്കോണമിയെ ബാധിക്കും. അതായത് കേരള എക്കോണമിയെ ബാധിച്ചു തുടങ്ങും. സോ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ് വളരെ സൂക്ഷ്മതയോടെ പോയില്ലെങ്കിൽ വലിയ വലിയ പ്രതിസന്ധികളായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക. സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് ഇർഫാൻ ഫ്രം ലോങ് ബ്രിഡ്ജ് സൈനിങ് ഔട്ട്.